ഞങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ടാണ് ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവെ കറണ്ട് ബില്ല് കുറച്ച് കൂടുതലാണെന്നൊക്കെ അഭിപ്രായം വരുന്നൊരു കാലഘട്ടമാണ്. അപ്പം ചിലപ്പം വീട്ടിലെന്തെങ്കിലും വോൾട്ടേജിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ എന്തെങ്കിലും കംപ്ലൈൻ്റ് കൊണ്ട് തന്നെ കറണ്ട് ബില്ല് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മെയിൻ സ്വിച്ചിൻ്റെ കേസിൽ എങ്ങനെയാണ് കറണ്ട് ബില്ല് കൂടുതൽ വരാൻ ചാൻസ് എന്നുള്ളതാണ് ഞങ്ങളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു 32 ആംബിയേഴ്സിൻ്റെ 240 വോൾട്ടിൻ്റെ ഒരു മെയിൻ സ്വിച്ചാണ്. അപ്പം ഇതിലെങ്ങനെയാണ് ഈ ഇഷ്യൂ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്ന ഇഷ്യൂ എന്താണ് നമ്മൾക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കുറച്ച് പഴയൊരു മെയിൻ സ്വിച്ചാണ് അത്. അപ്പം ഈ ക്ലിപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇത് സൈഡിലായിട്ട് ക്ലിപ്പ് കണക്ട് ചെയ്ത റാഡിൻ്റെ സൈഡിലായിട്ട് റസ്റ്റ് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ലിവർ ഓപ്പൺ ചെയ്യാം. ലിവർ ഓപ്പൺ ആക്കി കഴിയുമ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 2 ക്ലിപ്പ് കണക്ട് ചെയ്തിട്ടുള്ള റാഡിൻ്റെ മുകളിലായിട്ട് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേൺഡായിട്ട് ക്ലിപ്പ് ഡയറക്റ്റ്ലി ആ റാഡുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണോ എന്നറിയില്ല, ബോഡിയിലേക്ക് കറണ്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ബോഡിയിലേക്ക് നമ്മൾ വോൾട്ടേജ് വരുമെന്ന് പറഞ്ഞല്ലോ, മെയിൻ സ്വിച്ചിൻ്റെ ബോഡിയിലേക്ക്. അപ്പം ഇതിൽ ബോഡിയിൽ വരുവാണെങ്കിൽ ഷുവറായിട്ട് എവിടെ എഫക്റ്റ് ചെയ്യും? എർത്ത് പിന്നിൻ്റെ മുകളിൽ എഫക്റ്റ് ചെയ്യും. കാരണം എർത്ത് പിന്ന് ഡയറക്റ്റ്ലി ഇതിൻ്റെ ബോഡിയായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. അപ്പം അവിടെ നിന്നാണ് നമ്മളൊരു കോപ്പറോ എന്തെങ്കിലും ഒരു വയർ ത്രൂ ഗ്രൗണ്ടിൽ പിറ്റിലായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എർത്ത് പൈപ്പിലേക്ക് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ അവിടേക്ക് കറണ്ട് ലീക്ക് ചെയ്യും. അപ്പം ഞാനത് അടുത്ത വീഡിയോയിലായിട്ട് മൾട്ടിമീറ്റർ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ലീക്ക് വരുന്നത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ട് മൾട്ടിമീറ്ററിൻ്റെ ഡയോഡ് മോഡ് അഥവാ കണ്ടിന്യൂറ്റി മോഡിലിട്ടിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ മൾട്ടിമീറ്റർ നമ്മൾ കണ്ടിന്യൂറ്റി മോഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സൗണ്ട് വരും ഡയോഡ് മോഡിലിട്ട് കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മെയിൻ സ്വിച്ചിൽ ഇത് കണക്ട് ചെയ്ത് നോക്കാം. അപ്പം എന്താണ് റീഡിങ് കാണിക്കുന്നുണ്ടോ നോക്കാം. ബോഡിമേൽ സൗണ്ട് വരുന്നത് ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബോഡിമേലേക്ക് ഫേസ് ലീക്ക് ചെയ്യുന്നുണ്ട്. ആ മൾട്ടിമീറ്ററിൽ റീഡിങ് വന്ന് കാണുന്നുണ്ട്. അപ്പം ബോഡിയിലേക്ക് കറണ്ട് ഇറങ്ങുന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു 16 ആംബിയറിൻ്റെ 240 വോൾട്ടിൻ്റെ ഒരു മെയിൻ സ്വിച്ചാണ്. അപ്പം ഇതിൽ സെയിം ഇഷ്യൂ വന്നിട്ട് നമ്മൾ മാറ്റിയതായിരുന്നു. ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പം ഇതിൻ്റെ ഉള്ളിൽ മറ്റതുപോലെയല്ല, ഫ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ക്ലിപ്പിനാണ് പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നത്. ആ ലൈനിലായിരിക്കണം പണ്ട് ഫേസ് കണക്ട് ചെയ്തത്. നമുക്ക് ലിവർ ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. അപ്പം ആ സൈഡിൽ ആ ക്ലിപ്പ് ലൂസായി പോയിട്ടുണ്ട്, ഇൻസുലേഷൻ പോയി, ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ബേൺഡ് ആയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ചെയ്തതാണ്. അപ്പം ഇത് കറണ്ട് ലീക്ക് ചെയ്യും.